ബ്രിട്ടൻ തെറ്റായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് കാണിക്കുന്ന പുതിയ ഒപ്പീനിയൻ സർവേ റിസൾട്ട് പുറത്ത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന് തിരിച്ചടിയായി ബ്രിട്ടൻ തെറ്റായ ദിശയിലേക്ക് നീങ്ങുന്നുവെന്നാണ് പകുതിയിലധികം ആളുകളും കരുതുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഋഷി സുനകിനേക്കാൾ ജനപ്രിയനാണ്. ലേബർ ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെയും അനുകൂലതയിൽ ഇടിവാണ് ഈ സർവേയിൽ രേഖപ്പെടുത്തിയത്. ഓഗസ്റ്റ് 9 മുതൽ 12 വരെ നടന്ന ഇപ്സോണിന്റെ വോട്ടെടുപ്പ് കാണിക്കുന്നത് ആളുകൾ ഇപ്പോഴും കൺസർവേറ്റീവുകളേക്കാൾ ലേബർ നേതാക്കളെയാണ് ഇഷ്ടപ്പെടുന്നതെന്നും എന്നാൽ പുതിയ സർക്കാരിനെതിരെ വിമർശനം അവർ കൂട്ടിയിട്ടുണ്ടെന്നുമാണ്. സർവേയിൽ പങ്കെടുത്ത മുതിർന്നവരിൽ 52% പേർ ബ്രിട്ടൻ തെറ്റായ ദിശയിലാണെന്ന് കരുതുന്നതായി അഭിപ്രായപ്പെട്ടപ്പോൾ കാര്യങ്ങൾ ശരിയായ ദിശയിലാണെന്ന് 22% പേർ പറഞ്ഞു. സർ കെയർ സ്റ്റാർമർ ജനകീയ രാഷ്ട്രീയക്കാരനായി 38% പേർ അനുകൂലിച്ചപ്പോൾ 38% അദ്ദേഹത്തിന് പ്രതികൂലമായി. തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയുള്ള അദ്ദേഹത്തിന്റെ റേറ്റിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരിടിവാണ്. കെയർ സ്റ്റാർമറിന്റെ നെറ്റ് അനുകൂലത റേറ്റിംഗ് ഇപ്പോൾ +7 നിന്ന് 0 കൺസർവേറ്റീവ് നേതാവ് ഋഷി സുനക് -10 നെറ്റ് റേറ്റിംഗിലാണ്. ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നറും ജനപ്രീതിയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. 33% ആളുകൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അനുകൂലമാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 36% പേർ അനുകൂലമല്ലെന്ന് പറഞ്ഞു. ആഭ്യന്തര സെക്രട്ടറി വെയ്റ്റ് കൂപ്പർ, ചാൻസലർ റേച്ചൽ റീവ്സ് എന്നിവരുടെയും ജനപ്രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. വെയ്റ്റ് കൂപ്പറിനെതിരായി 35%വും റേച്ചൽ റീവ്സിനെതിരായി 33% പേരും പ്രതികൂലമായി ചിന്തിക്കുന്നു. ഓഗസ്റ്റ് 9 മുതൽ 12 വരെ ബ്രിട്ടനിലുടനീളം 18 വയസ്സും അതിൽ കൂടുതലുമുള്ള 1148 മുതിർന്നവരുടെ ഒരു പ്രതിനിധി സാമ്പിളാണ് ഇപ്സോസ് അഭിമുഖം നടത്തിയത്. ഈ വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം എല്ലാവരും ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വരും മാസങ്ങളിൽ ശരാശരി ഗാർഹിക ഊർജ്ജ ബിൽ കുതിച്ചുയരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എനർജി റെഗുലേറ്റർ ഓഫ് ജം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഊർജ്ജവില പരിധി ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിലപരിധിയിലെ ഏറ്റവും പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുമ്പോൾ ഒക്ടോബറിൽ ശരാശരി ഗാർഹിക ഊർജ്ജ ബിൽ 9% വർദ്ധിക്കും. എനർജി കൺസൾട്ടൻസി കോൺവാൾ ഇൻസൈറ്റ് പറയുന്നതനുസരിച്ച് സാധാരണ കുടുംബത്തിന്റെ ഊർജ്ജ ബിൽ ഒക്ടോബർ 1 വരെ നിലവിലുള്ള 1568 പൗണ്ടിൽ നിന്ന് 1714 പൗണ്ടായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. UK ഹോം ഓഫീസ് പരിചരണങ്ങളിൽ മരിച്ച UK അഭയാർത്ഥികളുടെ എണ്ണം ഒരു വർഷത്തിനുള്ളിൽ ഇരട്ടിയായി. ചില മരണങ്ങൾ അസുഖം മൂലമോ വാർദ്ധക്യത്താലോ ഉണ്ടായതാണെങ്കിൽ മറ്റുള്ളവ ആത്മഹത്യയുടെ ഫലമായാണ് സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. UK അഭയം തേടുന്നവരോടുള്ള പെരുമാറ്റം ഇതിനകം തന്നെ ദുർബലരായ ഒരു കൂട്ടം ആളുകളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചതായി ചാരിറ്റികൾ ഭയപ്പെടുന്നു. 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 28 പേർ മരിച്ചു. അതിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള 2 കുട്ടികളും ഉൾപ്പെടുന്നു. 2023 ഇതേ കാലയളവിൽ 13 മരണങ്ങൾ ഉണ്ടായതായി ദ സിവിൽ ഫ്ലീറ്റ് എന്ന NGOയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020 മുതൽ ഹോം ഓഫീസിലെ താമസ സ്ഥലങ്ങളിലെ മരണങ്ങളിൽ കുത്തനെ വർധനവുണ്ടായിട്ടുണ്ട്. ഇവിടെ ആത്മഹത്യകൾ ഇരട്ടിയായി. 2016 ഏപ്രിലിനും 2019 ഡിസംബറിനും ഇടയിൽ 28 പേർ മാത്രമാണ് മരിച്ചത്. എന്നാൽ 2020 ജനുവരി മുതൽ 2024 ജൂൺ വരെ 189 മരണങ്ങളുണ്ടായി. UKയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി സേവനദാതാക്കളായ ബ്രിട്ടീഷ് റെഡ് ക്രോസ്, ഇംഗ്ലണ്ടിൽ അഭയം തേടുന്ന ആളുകൾ UK നേരിടുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ വിള്ളലുകളിൽ വീഴുകയാണെന്നും GPമാർ, ആരോഗ്യ പ്രവർത്തകർ, ചാരിറ്റികൾ, പ്രാദേശിക അധികാരികൾ എന്നിവർ ഇവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അഭയാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മരണസംഖ്യയെക്കുറിച്ച് പ്രതികരിക്കാൻ ഹോം ഓഫീസിൽ സമ്മതിച്ചു. എന്നാൽ മരണവിവരങ്ങൾ മുൻ സർക്കാരുമായി ബന്ധപ്പെട്ടതാണെന്നും അഭയാർത്ഥികളുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുമായി വകുപ്പ് എപ്പോഴും പൂർണ്ണമായി സഹകരിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത ചാൻസലറാകാൻ ലക്ഷ്യമിട്ട് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ജയിലിൽ കഴിയുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒക്ടോബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് താൻ അപേക്ഷ നൽകിയെന്ന് തടവിലാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്. ചാൻസലർ നോമിനേഷനും വോട്ടിംഗും ഓൺലൈനായി നടത്തുന്ന പുതിയ നിയമമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇമ്രാൻഖാൻ മത്സരിക്കാൻ യോഗ്യത നേടിയത്. 1970കളിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാഷ്ട്രീയം, തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം എന്നിവ പഠിച്ചതും യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീമിനുമായി ബഹുമതികൾ നേടിയതും ഇമ്രാൻഖാന്റെ യോഗ്യതകളിൽ ഉൾപ്പെടുന്നു. കൂടാതെ 8 വർഷം ബ്രെഡ്ഫോർഡ് യൂണിവേഴ്സിറ്റി ചാൻസലറായി ഇമ്രാൻഖാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1992 പാകിസ്ഥാൻ പുരുഷ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടിയപ്പോൾ അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധവും വംശീയ വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധവും ഒന്നിച്ച്. ബേൺമൌത്തിലെ കുടിയേറ്റ വിരുദ്ധ പ്രകടനത്തിൽ പങ്കെടുത്തത് 200ഓളം പേർ. തീവ്ര വലത് വംശീയതയ്ക്കെതിരെ പാലസ്തീൻ കൊടികൾ ഏന്തിയവർ മറുവശത്തും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബ്രിട്ടനിൽ അശാന്തി തിരിച്ചെത്തുന്നു എന്നതിന്റെ സൂചനയായി ബേൺമൌത്തിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭകരും വംശീയ വിവേചന വിരുദ്ധരും നേർക്കുനേർ വന്നു. ഇന്നലെ സംഭവം നടക്കുമ്പോൾ കനത്ത പോലീസ് സാന്നിധ്യമുണ്ടായിരുന്നു. 100 കണക്കിന് ആളുകൾ പരസ്പരം വിരുദ്ധമായ മുദ്രാവാക്യങ്ങളുമായി ടൗൺ ഹാളിന് മുമ്പിൽ ഒത്തുകൂടിയപ്പോൾ ഡോർസെറ്റ് പോലീസ് ഇരുവിഭാഗങ്ങളെയും പരസ്പരം അകറ്റി നിർത്തി. സുരക്ഷിതവും നിയമപരവുമായ പ്രതിഷേധമായിരുന്നെന്നും തദ്ദേശവാസികൾക്ക് ഏറ്റവും കുറവ് ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉണ്ടായതെന്നും പോലീസ് പറഞ്ഞു. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ രാവിലെ 11 മണിയോടെയായിരുന്നു കുടിയേറ്റ വിരുദ്ധരുടെ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കുക, ബോട്ടുകൾ തടയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരികെ വേണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം.
അനധികൃത കുടിയേറ്റത്തിനും കത്തി സംസ്കാരത്തിനുമെതിരായി സമാധാനമായി പ്രതിഷേധിക്കുകയാണെന്ന് പറഞ്ഞ അവർ റൂൾ ബ്രിട്ടാനിയ, ജെറുസലേം തുടങ്ങിയ പാട്ടുകൾ ലൗഡ് സ്പീക്കറിലൂടെ ഉച്ചത്തിൽ കേൾപ്പിച്ചു. മറുഭാഗത്ത് യുദ്ധസ്മാരകത്തിനടുത്തായി ഏതാണ്ട് അത്രയും തന്നെ വരുന്ന ആൾക്കൂട്ടം ഇവരെ പ്രതിരോധിക്കാനെത്തി. പാലസ്തീൻ പതാകകൾ വീശിയും അഭയാർത്ഥികളെ സ്വാഗതം ചെയ്തുള്ള പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചെത്തിയ പ്രകടനക്കാർ തീവ്ര വലതുപക്ഷവാദം തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു. നാസിസത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയ വംശീയ വിവേചന വിരുദ്ധ പ്രകടനക്കാർ ലഹളയ്ക്ക് മുൻപായി ബ്രിട്ടനിൽ നിന്ന് വിദേശത്തേക്ക് പോയ തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസിനെ പരാമർശിച്ച് നിങ്ങളുടെ ടോമി എവിടെ പോയി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. അതേസമയം ആളുകളെ തടഞ്ഞു നിർത്താനും പരിശോധിക്കുവാനുള്ള അധികാരം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പ്രശ്നങ്ങളുണ്ടാക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ തങ്ങൾ മടിക്കില്ലെന്നും പോലീസ് ഇരുവിഭാഗക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ടുതന്നെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ അരങ്ങേറിയില്ല. നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞെത്തിയ മലയാളി നഴ്സ് UK-യിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വിട പറഞ്ഞത് കോട്ടയം സ്വദേശിനി. വോർസെറ്റ്ഷെയറിലെ റെഡിച്ച് അലക്സാണ്ടർ NHS ആശുപത്രിയിലെ നഴ്സായിരുന്ന 39 വയസ്സുകാരി സോണിയ സാറ ഐപ്പാണ് ആകസ്മികമായി വിട പറഞ്ഞത്. കോട്ടയം ചിങ്ങവനം സ്വദേശിനിയാണ്. ചിങ്ങവനം വലിയപറമ്പിൽ അനിൽ ചെറിയാനാണ് ഭർത്താവ്. കാലിൻ്റെ സർജറി സംബന്ധമായി 10 ദിവസം മുൻപാണ് നാട്ടിൽ പോയിരുന്നത്. സർജറിക്ക് ശേഷം UK-യിലേക്ക് കഴിഞ്ഞ ദിവസം രാവിലെ 10:30യോടെയാണ് എത്തിയത്. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. 8ലധികം ബ്രിട്ടീഷുകാരെയും വഹിച്ചുള്ള ഒരു സൂപ്പർ യാച്ച് ഇറ്റലിയിലെ സിസിലി തീരത്ത് ചുഴലിക്കൊടുങ്കാറ്റിൽ മുങ്ങിയതിനെ തുടർന്ന് ഒരാൾ മരിക്കുകയും UK ടെക് സംരംഭകനായ മൈക്കൽ ലിഞ്ച് ഉൾപ്പെടെ 6 പേരെ കാണാതാകുകയും ചെയ്തു. രക്ഷപ്പെടുത്തിയ 15 പേരിൽ ലിഞ്ചിന്റെ ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയും ഉൾപ്പെടുന്നു. ബ്രിട്ടീഷ് ബിൽ ഗേറ്റ്സ് എന്നായിരുന്നു മൈക്കൽ ലിഞ്ച് അറിയപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷിന് ശേഷം UK-യിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളുടെ കണക്കുകൾ പുറത്ത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് UK-യിൽ താമസിക്കുന്ന 41 ലക്ഷം പേരുടെ ആദ്യ ഭാഷ ഇംഗ്ലീഷ് അല്ല എന്ന് വ്യക്തമാകുന്നു. ലണ്ടനിൽ മാത്രം 300-ലധികം ഭാഷകളാണ് സംസാരിക്കുന്നത്. UK-യിലെ തന്നെ തദ്ദേശീയ ഭാഷകളായ സ്കോട്ടിഷ്, വെൽഷ്, ഐറിഷ്, ഗേലിക്, സ്കോട്ടിഷ് ഗേലിക്, കോർണിഷ് എന്നീ ഭാഷകൾ സംസാരിക്കുന്നവരെ ഉൾപ്പെടുത്താതെയുള്ള കണക്കാണത്. തദ്ദേശീയമല്ലാത്ത ഭാഷകളിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ പോളിഷാണ്. 6,12,000 പേരാണ് പോളിഷ് ഭാഷ സംസാരിക്കുന്നവരായി UK-യിലുള്ളത്. പടിഞ്ഞാറൻ ലണ്ടൻ, സ്ലോ, സൗത്താംപ്ടൺ, ബർമിംഗ്ഹാം, ലീഡ്സ് എന്നിവിടങ്ങളിലാണ് ഇവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2ാം സ്ഥാനത്തുള്ളത് മറ്റൊരു യൂറോപ്യൻ ഭാഷയായ റൊമാനിയനാണ്. 2021 സെൻസസ് അനുസരിച്ച് 4,72,000 പേരോളമാണ് ഈ ഭാഷ സംസാരിക്കുന്നവരായിട്ടുള്ളത്. 2011 സെൻസസിൽ 68,000 പേർ മാത്രമായിരുന്നു റൊമേനിയൻ ഭാഷ സംസാരിക്കുന്നവരായി ഉണ്ടായിരുന്നത്. 3 ലക്ഷത്തോളം പേർ സംസാരിക്കുന്ന പഞ്ചാബിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന തദ്ദേശീയരായ ഭാഷകളിൽ 3ാം സ്ഥാനത്തുള്ളത്. UK-യിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഇന്ത്യൻ ഭാഷ എന്ന സ്ഥാനം പഞ്ചാബിക്കാണ്. മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചാബി സമൂഹം ഇവിടെയാണുള്ളത്. പഞ്ചാബി ഭാഷയുടെ തൊട്ടുപിറകിലുള്ളത് 2,70,000 പേർ സംസാരിക്കുന്ന ഉറുദുവാണ്. UK-യിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന 2ാമത്തെ ഇന്ത്യൻ ഭാഷയും ഇതാണ്. ഉറുദു സംസാരിക്കുന്നവർ പ്രധാനമായും സ്കോട്ട്ലൻഡ്, വെസ്റ്റ് മിഡ്ലൻഡ്സ്, മാഞ്ചസ്റ്റർ, ലീഡ്സ് എന്നിവിടങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉറുദുവിന് തൊട്ടു പിന്നിലായുള്ളത് ഏകദേശം 2.25 ലക്ഷം പേർ സംസാരിക്കുന്ന പോർച്ചുഗീസ് ഭാഷയാണ്. ആദ്യ 10 ഭാഷകളിൽ ഉൾപ്പെടുന്ന മറ്റു ഭാഷകൾ സ്പാനിഷ്, അറബിക്, ബംഗാളി, ഗുജറാത്തി, ഇറ്റാലിയൻ എന്നിവയാണ്. 2011 1,47,000 പേരുമായി 7ാം സ്ഥാനത്തുണ്ടായിരുന്ന ഫ്രഞ്ച് ഭാഷ 1,20,000 പേരുമായി 12ാം സ്ഥാനത്താണ്. ബ്രെക്സിറ്റ് മൂലം യൂറോപ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർ തങ്ങളുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയതാണ് യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം കുറയാൻ കാരണം. പുതിയ UK വാർത്താവിശേഷങ്ങളുമായി ഇനി നാളെ കാണാം.